തിരുനെല്ലിയിൽ നമ്മൾ വന്നു. ഫോട്ടോ റെസ്ട്രിക്ഷൻസ് ഇല്ലാത്ത സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ വീഡിയോ എടുത്തിരിക്കുക. ഇവിടെ ഇപ്പോൾ കുറേയൊക്കെ കല്ലും ഇതൊക്കെ പണ്ട് വന്നതിൽ നിന്നും കുറച്ചും കൂടി വ്യത്യസ്തമാണ്. പണ്ട് ഭയങ്കരമായിട്ട് കല്ലൊക്കെ കാലിൽ കുത്തുകയും ഭയങ്കര പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം അത്ര വലിയൊരു പ്രോബ്ലങ്ങളൊന്നും ഇല്ല. അപ്പോൾ വയസ്സായവർക്കൊക്കെ വരാനെങ്കിലും വലിയ ബുദ്ധിമുട്ടില്ല എന്നർത്ഥം. ഏകദേശം ഇവിടം വരെ ഒരു കല്ല് വരച്ചൊക്കെ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. വലിയൊരു പ്രോബ്ലങ്ങളൊന്നും ഇല്ല. പണ്ട് നമ്മൾ വന്നിരുന്നപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര കല്ല് കുത്തി കയറുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ല. അത് വയസ്സായ ആളുകളൊക്കെ ആയിട്ട് നമുക്ക് വരണമെങ്കിൽ അതിന് പറ്റുന്നൊരു സാഹചര്യമാണുള്ളത്. ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇഷ്ടംപോലെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ പൊതുവെ തിരക്ക് കുറവാണെന്ന് പറയാം. സാധാരണഗതിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തിരക്ക് ഈ തിരുനെല്ലി ഐതിഹ്യത്തിലും ഇതുപോലെ 2-3 തരം കഥകൾ പറയുന്നുണ്ട്. അതിനകത്തൊരു പറയുന്ന ഒരു കഥ, വഴിതെറ്റി വന്ന ബ്രാഹ്മണന്മാർ ഈ കാട്ടിലകപ്പെട്ടെന്നും, പിന്നെ മഹാരാഷ്ട്രയിൽ നിന്ന് മറ്റേ കർണാടകയിൽ നിന്ന് വന്ന ബ്രാഹ്മണർ ഇവിടെ അകപ്പെട്ടു, വഴിപ്പെട്ടു, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ പെട്ടുപോയപ്പോൾ ഈ സ്ഥലത്ത് വന്നൊക്കെ ഒരുപാട് നെല്ലി മരങ്ങളിൽ നിന്ന് നല്ല നെല്ലിക്ക എടുത്ത് അവർ വെള്ളം കുടിച്ച് വിശപ്പടക്കി ദാഹം മാറ്റി, അങ്ങനെ ഇവിടെ തിരുനെല്ലി എന്ന് പേര് വന്നു എന്നൊക്കെ പറയണം. എന്താണെങ്കിലും ഇവിടെ വന്നിട്ട് നമ്മൾ നെല്ലിക്ക കാണാതെ പോകരുത്. നെല്ലിക്ക കണ്ടില്ലേ, ഇവിടെ ഇതുപോലെ ശ്രദ്ധിച്ചാൽ കാണാം. ഇതുപോലെ ഒരുപാട്, ഞാൻ ബാക്ക് ക്യാമറയിൽ ഇവിടെ അവിടെ ഇവിടെയൊക്കെ ഇതുപോലെ മരങ്ങൾ നിൽക്കുന്നുണ്ട്. ഇഷ്ടംപോലെ നെല്ലിക്കകളുണ്ട്. കണ്ടോ, ഒക്കെ നെല്ലിക്കകളാണ്. ഇങ്ങനെ ഇഷ്ടംപോലെ നെല്ലി ഉണ്ടാവുന്നത് കൊണ്ടുമാണ് തിരുനെല്ലി എന്നുള്ള പേര് വന്നത് എന്നും പറയുന്നു. എന്താണെങ്കിലും സംഭവമാണ്. പിന്നെന്താ വെച്ചാൽ ഇതിലൊരു എല്ലാം വനപ്രദേശം തന്നെ കേട്ടോ, നിബിഡമായ വനപ്രദേശം തന്നെയാണ്. ഇപ്പോൾ ഇതാണ് നമ്മളാ പറഞ്ഞ, അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഗുഹക്ഷേത്രം എന്ന് പറഞ്ഞില്ലേ, അതാണ് കേവ് ടെമ്പിൾ. നമ്മുടെ പിന്നെ ശിവൻ്റെ കേവ് ടെമ്പിൾ എന്ന് പറഞ്ഞത്. ശരിക്കും അതിൻ്റെ മുകളിലൊരു വലിയൊരു പാലമരമുണ്ട്. ആ പാലമരത്തിനൊക്കെ പൂവുണ്ടാവും. ആ പാലമരം നിൽക്കുന്നത് ആ കേവ് ഇതുണ്ട്, അതൊരു പാറയാണ്. ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം. അതൊരു വലിയൊരു മറ്റേ ഇതുണ്ട്, നമ്മുടെ കുങ്കുമത്തിൻ്റെ മരം, അതിൻ്റെ താഴെയാണ്, ആ പാറയുടെ ഉള്ളിലാണ് ഇത് വരുന്നത്. ഇവിടെ ചുറ്റുവട്ടത്തെല്ലാം നെല്ലിമരങ്ങളും കാര്യങ്ങളുമായിട്ട് നിൽക്കുന്ന നല്ലൊരു സ്ഥലം. ഈ പല രീതിയിലുള്ള ഐതിഹ്യങ്ങളാണ് അതിനെപ്പറ്റി പറയുന്നത്. അതിൽ നമ്മളിവിടുന്ന് ചോദിച്ച് മനസ്സിലാക്കി തിരുമേനിമാരോടും പോറ്റിമാരോടും ചോദിച്ച് കിട്ടിയ വിവരങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. ഇനി ഇതല്ലാത്ത ഐതിഹ്യ കഥകളും ഇതൊക്കെ ഉണ്ടാവാം. കാരണം നമ്മുടെ ഓരോ ഇതിനെ പറ്റിയിട്ടും പല രീതിയിലുള്ള കഥകളും പറയുമല്ലോ. കാര്യം ഒരുപാട് വർഷങ്ങളുടെ കാലപ്പഴക്കം വരുമ്പോൾ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും ഉണ്ടാവാം. എനിക്ക് കിട്ടിയ അറിവുകൾ ഞാനിവിടുത്തെ പോറ്റിയുമായിട്ട് സംസാരിച്ചപ്പോൾ കിട്ടുന്ന വിവരങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. അത് തെറ്റാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ ക്ഷമിക്കുക.